അപ്പൊ നമ്മുടെ ഓണമൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് വരെയൊക്കെ വന്ന് നിൽപ്പുണ്ട്. അപ്പൊ എല്ലായിടത്തും സ്കൂൾസ് ആയിരുന്നാലും കോളേജ് ആയിരുന്നാലും എല്ലായിടത്തും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മേക്കപ്പ് ലുക്കാണ് ഞാൻ ഇന്ന് ചെയ്തത്. അപ്പോൾ ഞാൻ ഓൾറെഡി മേക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അത് ലോങ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വെയർ ചെയ്യാൻ പോകുന്നത്, എപ്പോഴും നോർമലി ഞാൻ യൂസ് ചെയ്യാറ് സാരിയാണ്, പക്ഷെ ഇപ്പൊ ഒന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചു, ഒരു ധാവണി ലുക്കിൽ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞാൻ ധാവണി സാരീനെ കൺവേർട്ട് ചെയ്ത് ധാവണി ആക്കാന്നാണ് വിചാരിച്ചെന്ന് വെച്ച് നമ്മുടെ സ്റ്റിച്ചിങ് രീതിയാക്കി മാറ്റിയതല്ല, നമ്മുടെ സാരിയെ തന്നെ ധാവണി രീതിയിൽ ഒന്ന് ഉടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പിന്നെ റീയൂസ് ചെയ്യാമല്ലോ. ചുമ്മാ ആ സാരീനെ വെട്ടിത്തച്ച് ധാവണി ആക്കണേക്കാളും എനിക്ക് ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടെ യൂസ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ സാരി നമുക്ക് ധാവണി രീതിയിൽ ഉടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു പാവാട ഉടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് പാവടയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നല്ല ഫ്ലെയറിലുള്ള പാവടയാണെങ്കിൽ അത്രയും നമുക്ക് ഇങ്ങനെ വിരിഞ്ഞ രീതിയിൽ കിട്ടും. ഒതുങ്ങിയതാണെങ്കിൽ ഒതുങ്ങിയ ടൈപ്പാണ് വരുന്നത്. അപ്പൊ എൻ്റെ കയ്യിലുള്ള പാവട ഇങ്ങനെ ഒതുങ്ങിയ ടൈപ്പാണ്. അപ്പൊ എനിക്ക് ഒതുങ്ങിയ ടൈപ്പേ വരത്തുള്ളൂ. നിങ്ങൾക്ക് ഏത് പാവട വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ വിചാരിച്ചു വേറെ കളർ പാവടയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ നമ്മൾ വേറെ ചെയ്യുമ്പോൾ അത് പുറത്ത് ആ കളർ അറിയാൻ പറ്റും ചിലപ്പോൾ, കട്ടിയില്ലാത്ത സാരി ആണെങ്കിൽ. അപ്പോൾ ഞാൻ ഉടുക്കാൻ പോകുന്നത് ഈ സാരിയാണ്. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി പ്ലീസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് വേറെ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഇങ്ങനെ ആണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഒരു പ്ലെയിൻ സാരിയാണ്. പ്ലെയിൻ സാരിയിൽ ഞാൻ കുഞ്ഞു 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 പ്ലീസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ്ട് ഇങ്ങനെ 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 ചെറുതായിട്ട് പ്ലീസ് എടുത്ത് പിൻ കുത്തി ബാക്കിൽ കണ്ടോ പിൻ കുത്തി വെച്ചിട്ടുണ്ട്. ചിലവർ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല, ഡയറക്റ്റ് ആയിട്ട് സാരി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്ലീറ്റ്സ് ചെറുതായിട്ട് ഇങ്ങനെ 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 കുത്തി 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 ഉടുക്കാറാ ചിലവര്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ തേച്ചിട്ടുള്ള ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇത് കുറച്ച് ദിവസമായിട്ടോ, അപ്പൊ കുറച്ച് ഉടഞ്ഞിട്ടുണ്ട്. എന്നാൽ എനിക്ക് കൂടുതൽ എളുപ്പം ഇതായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ഇങ്ങനെ കുറച്ച് ദൂരം ഒന്ന് പ്ലീസും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് ടക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു പാവാട ഉടുത്തിട്ടുണ്ട്. അപ്പൊ ആ പാവാടയുടെ മേളിൽ കൂടെയാണ് ഞാൻ ടക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ ടക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും നീളം ലെങ്ത് ഉണ്ട് കണ്ടോ, കുഞ്ഞു കുഞ്ഞായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് ടക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് എത്രയാണ് നമ്മുടെ ലെങ്ത് അനുസരിച്ച്, താഴെ എത്രത്തോളം ലെങ്ത് വേണം അതിനനുസരിച്ച് നമുക്ക് ടക്ക് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ടക്ക് ചെയ്ത് കോളേജിലോ അല്ലെങ്കിൽ ഓണം പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ പുറത്ത് പോകണമെങ്കിൽ ധാവണി ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്കത് നല്ലൊരു യൂസ് ആയിട്ട് തോന്നി കേട്ടോ. ബാക്ക് വരെ ഇങ്ങനെ ഞാനൊന്ന് ടക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പോർഷൻ ഇല്ലേ, ഞാൻ ഓൾറെഡി ഏതാണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എത്രയാണ് ലെങ്ത് വേണം ആ ലെങ്ത്തിന് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ബാക്കിയുള്ളത് നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ വെച്ചു കൊടുക്കണം. വെച്ചു കൊടുത്തിട്ട് ഈ സൈഡിലെ ഈ സൈഡാണ് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ ബാക്കിലോട്ട് നമ്മൾ നോർമലി സാരീസ് രീതിയിൽ ഉടുക്കുമ്പോൾ തന്നെ നോർമൽ എടുത്തു കൊടുക്കുക. ഇത് കുറച്ച് കട്ടി കുറവാണ്, അതാണ് എല്ലാം അറിയാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ നോർമൽ നമ്മൾ ഇതിനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് എത്രയാണ് ഇതുണ്ടല്ലോ അനുസരിച്ച് ഇവിടെ ഒന്ന് കുത്തി കൊടുക്കുക. പിന്നോ എന്തെങ്കിലും ഉപയോഗിച്ച് കുത്തി കൊടുക്കുക. അപ്പൊ നമ്മള് നോർമൽ ഒരു ധാവണി പോലെ ആയിട്ടുണ്ട് സാരി കണ്ടോ. അപ്പൊ ഞാനിത് ഒന്ന് ബ്ലൗസ് ചേഞ്ച് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ ഔട്ട്പുട്ട് വന്നിട്ട് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ പ്ലീറ്റ്സ് ഒക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കുക. അപ്പൊ ഞാൻ ബ്ലൗസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അടുത്ത് നമുക്കിങ്ങനെ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് പ്ലീറ്റ്സ് നമുക്ക് ഈ പ്ലീറ്റ്സ് എടുക്കുന്നതിലാണ് നമ്മുടെ സാരിയുടെ ഭംഗി കിട്ടുന്നത് കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ അറിയില്ല, പക്ഷെ എടുക്കാൻ അറിയുന്നവർ ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എല്ലാം ചെയ്യുന്നത്. ഇവിടെ ഒരു പിൻ കുത്തി കൊടുക്കാം.
ഈ ബാക്കിയുള്ള ഇതിനെയല്ലേ കേട്ടോ വലിച്ചു പിടിച്ചിട്ട് നമുക്കൊന്ന് കുത്തി കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് താഴെ ഒന്ന് കുത്തി കൊടുക്കാം. പിന്നെ എന്തെങ്കിലും വെച്ച് കുത്തി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വലിച്ച് ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലീറ്റ്സ് പോലെ എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ മതിയെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇടാം. എല്ലാ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതാണ് എൻ്റെ ലാസ്റ്റ് ഔട്ട് ലുക്ക്. ഇനി മാല, കമ്മൽ, ഹെയർ എല്ലാം സെറ്റ് ചെയ്തിട്ട്